ഹായ്, ഐ എം അൻസിയ, പ്രസിഡന്റ് ഓഫ് കൽപ്പറ്റ JCI ഫോർച്യൂൺ. ഞാൻ ഇന്ന് നാദറ മാമിന്റെ സെക്കൻഡ് ട്രെയിനിങ് ആണ് അറ്റൻഡ് ചെയ്യുന്നത്. ഐ തിങ്ക് കഴിഞ്ഞ വർഷമായിരിക്കും ഞാൻ ലാസ്റ്റ് ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തത്. എന്താ പറയുക, അന്നത്തെ ആ ഒരു എക്സൈറ്റ്മെന്റ് തന്നെ എനിക്ക് ഈ ഒരു ട്രെയിനിങ്ങിനും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഈ ട്രെയിനിങ് കഴിഞ്ഞ് ഈ സമയം ഇരിക്കുമ്പോൾ ഐ എം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ബിക്കോസ് മാമിനെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും എന്താ പറയുക, ഒരു തരി പോലും മാറാതെ എൻ്റെ ഇൻസ്പിറേഷണൽ വുമൺ അല്ലെങ്കിൽ ഇൻസ്പിറേഷണൽ ലേഡി ആയിട്ട് തന്നെയാണ് മാമിനെ ഞാൻ കാണുന്നത്. ഐ എം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ആൻഡ് താങ്ക് യു മാം. ഹായ് ഗൈസ്, ഐ എം അബ്ദുൽ ഷാജി. ഞാൻ കൽപ്പറ്റ JCI ഫോർച്യൂണിന്റെ ട്രഷററാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ നാദിറ മാമിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. വളരെ ഫാന്റാസ്റ്റിക് ആയ ഒരു ക്ലാസ് ആയിരുന്നത്. ക്ലാസിനെ കുറിച്ച് പറയുക വെച്ചാൽ നമ്മൾ എന്താവണം നമ്മൾ എന്നുള്ളത് കറക്റ്റ് വ്യക്തമായിട്ട് മാഡം പറഞ്ഞു തന്നു. ഒരു കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന്റെ എന്താവണം, കമ്പനി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ബിൽഡ് ചെയ്ത് ഒരു ഇന്റർനാഷണൽ ലെവൽ വരെ എങ്ങനെ എത്തിക്കണം എന്നുള്ളത് മാഡം വളരെ വ്യക്തമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നു. താങ്ക് യു നാദിറ മാം, താങ്ക് യു ഫോർ ദ ക്ലാസ് ആൻഡ് ടുഡേസ്. എൻ്റെ പേര് മൻസൂർ. ഞാൻ ഫസ്റ്റ് ടൈമാണ് നാദിറ മാമിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഇത് വളരെ ഇൻസ്പിറേഷനായ ഒരു ക്ലാസ് ആയിരുന്നു. JCI എന്താണ് ഇതിനെപ്പറ്റി എന്നുള്ളത് എനിക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചു. കൂടുതലൊന്നും പറയണ്ടല്ലോ, എനിക്ക് വളരെ ഇൻസ്പയർഡ് ആയിട്ട് തോന്നിയത്. ഇവിടെ കുറേ പേര് കരയുന്നത് വരെ കണ്ടു. ഞാൻ ഓരോരുത്തരെ പറ്റിയും പൂർണ്ണമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എൻ്റെ പേര് ശ്രീപ്രിയ. ഞാൻ ആദ്യമായിട്ടാണ് നാദിറ മാമിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. നാദിറ മാമിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്പിറേഷനാണ്. ഒറ്റയ്ക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക, അത് ഇത്രയും നല്ലതായിട്ട് റൺ ചെയ്യാന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷണലാണ്. പിന്നെ ഇന്നത്തെ ട്രെയിനിങ് പ്രോഗ്രാം വളരെ നന്നായിട്ട് 2 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരം വരെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. അത്രയ്ക്ക് നല്ല ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു. മാമിൻ്റെ ഇന്നത്തെ ക്ലാസ് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. മാമിൻ്റെ ലൈഫിന് നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷനാണ്. നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന എന്താ പറയുക, ഒരുപാട് തടസ്സങ്ങളുണ്ടാവും. ആ തടസ്സങ്ങളിലൊക്കെ നേരിട്ട് എങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ സക്സസ്സിൽ എത്തുക എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണ്. നമുക്ക് മാമിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പോൾ ഇന്ന് ആക്ച്വലി ഒരു JCI പറ്റി ഒരു ഐഡിയ ഇല്ലാതെയാണ് ഹസ്ബൻഡ് പറഞ്ഞത് ഞാൻ വന്നത്. ബട്ട് ആക്ച്വലി ക്ലാസ്സും ദ ഹോൾ ആ ഒരു ഓർഗനൈസേഷൻ്റെ വാല്യൂ എല്ലാം മനസ്സിലാക്കിയപ്പോൾ ആക്ച്വലി അത് വേർത്തിട്ടായിരിക്കുന്നു എനിക്കിപ്പോൾ തോന്നുന്നത്. സോ പ്രത്യേകിച്ച് ഓണ്ടർപ്രനേഴ്സ് ആയിട്ടുള്ള നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നന്നായി ഗ്രോ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും പേഴ്സണലായിട്ടും നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ നല്ലൊരു, എല്ലാ ബിസിനസ്സും വളരുന്നത് നമ്മുടെ കൂടെയുള്ള ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ബെറ്റർ ആകുമ്പോഴാണ് നമുക്ക് ബിസിനസ് നമ്മൾ വളരുള്ളൂ. അപ്പോൾ അതിന് നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് തോന്നിയത്. ഓഫ് കോഴ്സ് നാദിറ മാമിൻ്റെ ക്ലാസ്സും അതിൽ ഭയങ്കര ഒരു ഇൻസ്പയർ ചെയ്യുന്നതായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെ സ്ത്രീകൾക്ക് അത് നല്ലൊരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലാസ്സിനും അങ്ങനെ പ്ലാറ്റ്ഫോമിനും എനിക്ക് JCIക്ക് ഒരു പ്രത്യേകത. ഇന്ന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരുന്നു. നമ്മുടെ ഒരു മെൻറ്ററായിട്ടുള്ള MG സേവ്യർ സാറ് വന്നതിൻ്റെ പേരിൽ ഇവിടെയല്ല, ആക്ച്വലി വർക്ക് സൈറ്റിലായിരുന്നു. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് ഹർബറിയായിട്ട് ഓടി വന്നത്. കുറച്ച് വൈകിട്ടാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തെങ്കിൽ പോലും, പക്ഷേ എക്സാക്ട്ലി എന്താണ് നെയിം പിന്നെ എംഫസൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെന്താണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്, ഓവറോൾ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഇത്ര ആളുകൾ തമ്മിൽ ആ ഒരു മീറ്റിംഗ് കഴിയുന്നതോടുകൂടി സംതിങ് ഒരു വല്ലാത്തൊരു ബോണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം ആക്ച്വലി ഇന്നത്തെ ഓവറോൾ ഈവൻ നാദിറ മാമിൻ്റെ ക്ലാസ് ആണെങ്കിലും ബാക്കിയുള്ളവരുടെ ആക്ടിവിറ്റിയുള്ള പാർട്ടിസിപ്പൻസ് മീൻസ് നമ്മൾ ഇപ്പോൾ ഈവൻ എന്താ പറയുക, റൈറ്റർ ഇനി എത്രത്തോളം അല്ലെങ്കിൽ മോട്ടിവേറ്റർ എത്രത്തോളം സംസാരിച്ചുകൊണ്ട് കാര്യമില്ല, ബാക്കി ആളുകളുടെ പാർട്ടിസിപ്പേഷൻ അനുസരിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഇമ്പാക്ട് പറയണം. അപ്പോൾ ഈവൻ ഞാനും പലപ്പോഴും പല രീതിയിലും കളിയിലെ കാര്യം എന്നൊക്കെ പറഞ്ഞ പോലെ പലതിനും അങ്ങനെ തള്ളിവിടാറും അല്ലെങ്കിൽ എന്തിനും അങ്ങനെയൊക്കെ നിന്നിരുന്ന ഒരാളായിരുന്നു. ഈവൻ ഞാനടക്കം അതുപോലെ എല്ലാവരും വളരെ 100% സബ്മിസീവായിട്ട് എന്ത് ചെയ്തിരുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഓവർ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നത്തെ ക്ലാസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നാദിറ മാമിൻ്റെ ഓരോ സെക്ഷനുകളും അടിപൊളിയായിരുന്നു. ഇത്രയും പറയാനുണ്ട്.